എല്ലാവർക്കും ഇ കെ എനർജീസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ തുടർച്ചയാണ്. പ്രോസസ് കോസ്റ്റിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിനകത്ത് പ്രത്യേകം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത്. ആ പ്ലേലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് മറ്റ് ക്ലാസ്സുകളും കാണാവുന്നതാണ്. ഓർഡറിനകത്ത് തന്നെ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. ഈ ചാനലിലൂടെ കൊമേഴ്സ് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ഉപകാരമാവുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ കൊമേഴ്സ് പഠിക്കുന്ന ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ലോസ് ഇൻ വെയ്റ്റിൻ്റെ പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ക്രാപ്പ് എന്താണ്, സ്ക്രാപ്പിൻ്റെ ട്രീറ്റ്മെൻറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്നുള്ളത്. ഇതിനകത്ത് വരുന്ന നമ്മൾ ഇതുവരെ പഠിക്കാത്തൊരു കാര്യം എന്നുള്ളത് പാർഷ്യൽ ട്രാൻസ്ഫർ എന്നുള്ളൊരു ഭാഗമാണ് ഇതിനകത്തുള്ളത്. പാർഷ്യൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഇപ്പോൾ ഒരു 3 പ്രോസസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രോസസ്സിനകത്തുള്ള ലാസ്റ്റ് കിട്ടുന്ന എമൗണ്ട് നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും അല്ലേ. ഫസ്റ്റ് പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ അടുത്ത പ്രോസസ്സിൻ്റെ ഇൻപുട്ടായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇപ്പോൾ സെക്കൻഡ് പ്രോസസ്സിൻ്റെത് നമ്മൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും, തേർഡ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാണ് സാധാരണ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ട്രാൻസ്ഫർ മുഴുവൻ എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അതായത് ഫസ്റ്റ് പ്രോസസ്സിൽ നിന്ന് രണ്ടാമത്തെ പ്രോസസ്സിലേക്ക് എന്ത് ചെയ്യുന്നില്ല, മുഴുവൻ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സെക്കൻഡ് പ്രോസസ്സിൽ നിന്ന് തേർഡ് പ്രോസസ്സിലേക്ക് മുഴുവൻ എമൗണ്ടും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അതായത് കുറച്ച് എമൗണ്ട് നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, കുറച്ച് എമൗണ്ട് വെയർഹൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സെയിൽസിന് വേണ്ടിയിട്ട് വെയർഹൗസിലേക്ക് ട്രാൻസ്ഫർ, അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഭാഗത്താണ്. ഈ പ്രോബ്ലം ഇവിടെ എഴുതിയിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, നമുക്ക് ഓരോ 2 പ്രോസസ് അക്കൗണ്ടും വരച്ചിട്ട് നമുക്ക് നോക്കാം. 3 പ്രോസസ് അക്കൗണ്ടും വരച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അതിനകത്ത് ഇവിടെ ഫസ്റ്റ് പ്രോസസ് ഉണ്ട്, സെക്കൻഡ് പ്രോസസ് ഉണ്ട്, തേർഡ് പ്രോസസ് ഉണ്ട്. ട്രാൻസ്ഫേർഡ് ടു നെക്സ്റ്റ് പ്രോസസ്, അതായത് ഫസ്റ്റ് പ്രോസസ്സിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എത്ര മാത്രമാണ്, 66.66% മാത്രമാണ്. അല്ലെങ്കിൽ 2/3% മാത്രമാണ്. അതുപോലെ തന്നെ അടുത്തത് ട്രാൻസ്ഫർ ചെയ്യുന്ന എത്രയാണ്, 60, അതായത് സെക്കൻഡ് പ്രോസസ്സിൻ്റെത് തേർഡ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 60% മാത്രമാണ്. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ടോ ഇവിടെ 60 കഴിച്ചിട്ടുള്ള ബാക്കി 33.33% എവിടത്തേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ട്രാൻസ്ഫേർഡ് ടു വെയർ ഹൗസ് ഫോർ സെയിൽസിന് വേണ്ടി വെയർ ഹൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് പ്രോസസ്സിൻ്റെ 40% എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. തേർഡ് പ്രോസസ്സിൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ ട്രാൻസ്ഫർ ഇല്ല. തേർഡ് പ്രോസസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഫിനിഷ്ഡ് സ്റ്റോക്കാണ്, അത് പഠിച്ചതാണ്. പിന്നെ അതിനകത്തുള്ള ഇൻഫോർമേഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്രോസസ്സിനകത്ത് ഇൻഫോർമേഷൻ, റോ മെറ്റീരിയൽ യൂസ്ഡ് 1400 ടൺ യൂസ് ചെയ്യുന്നു, 1 ടണ്ണിന് 10 രൂപ, ജസ്റ്റ് മൾട്ടിപ്ലൈറ്റ് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് സെക്കൻഡ് പ്രോസസ്സിനുള്ള, അതുപോലെ തന്നെയാണ് തേർഡ് പ്രോസസ്സിനകത്തുള്ളതും അതേപോലെ തന്നെയാണ്. പിന്നെ വേജസ് മറ്റേ അതർ എക്സ്പെൻസ് എന്ന് പറഞ്ഞ് 2 എന്താണ് കൂട്ടിയിട്ടാണ് എമൗണ്ട് പറഞ്ഞിട്ടുള്ളത്. വേജസ് അതർ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് കൂട്ടിയിട്ട് അവിടെ എമൗണ്ടും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇൻഫോർമേഷൻ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇതും ഈ ക്വസ്റ്റ്യൻ്റെ ഭാഗം തന്നെയാണ്. 4% ഓഫ് ദ വെയ്റ്റ് ഈസ് ലോസ്റ്റ്, അതായത് ടോട്ടൽ വെയ്റ്റിൻ്റെ 4% ലോസ് സംഭവിക്കുന്നു. ഇതേ രീതിയിലുള്ള പ്രോബ്ലത്തിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ലോസ് വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അതുപോലെ തന്നെ 6% സ്ക്രാപ്പ് ഈസ് വിത്ത് ദ പ്രോസസ് 1. 6% സ്ക്രാപ്പിൻ്റെ വാല്യൂ വരുന്നത് എത്രയാണ്, 6% ആണ് സ്ക്രാപ്പിൻ്റെ വാല്യൂ എന്നുള്ളത് വരുന്നത്. എല്ലാ പ്രോസസ്സിനകത്തും എത്രയാണ്, 6% ആണ് സ്ക്രാപ്പിൻ്റെ വാല്യൂ എന്നുള്ളത്. അവിടെ എന്താണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രോസസ്സ് 1 റിയലൈസ് ചെയ്യുന്നത് ₹3 per ton ആണ്, പ്രോസസ് സെക്കൻഡിൻ്റെ 5 per ton ആണ്, പ്രോസസ് തേർഡിൻ്റെ 6 per ton ആണ്. ₹6 per ton, 1 ടണ്ണിന് 6 രൂപ എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, സ്ക്രാപ്പ് എന്നുള്ളത് റിയലൈസ് ചെയ്യുന്നത്. അത് നമ്മൾ ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞാണ്. ഈ ട്രാൻസ്ഫർ എന്നുള്ളൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പുതുമയായിട്ട് ഈ ഒരു പ്രോബ്ലത്തിനകത്ത് ഉള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒന്നാമത്തെ പ്രോസസ്സിൻ്റെ അക്കൗണ്ട് നമുക്ക് ആദ്യം വരക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രോസസ് 1 അക്കൗണ്ട്, പ്രോസസ് 1 അക്കൗണ്ട്. ഓക്കെ, പ്രോസസ് 1ൻ്റെ അക്കൗണ്ടാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. പ്രോസസ് 1 അക്കൗണ്ടിനകത്ത് നമ്മളതിനകത്ത് ആദ്യം ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ അതിനകത്തൊക്കെ എഴുതി വെക്കാനുണ്ട്. അതായത് പ്രോസസ് 1 നമുക്കത് കാണുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, ഞാൻ ഇവിടെ മാറി നിൽക്കുന്നത്. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പ്രോസസ് 1 അക്കൗണ്ട് നിന്ന് അക്കൗണ്ട്
വരക്കാം. അതാണ് പ്രോസസ്സിൻ്റെ ഒന്നാമത്തെ പ്രോസസ്സിൻ്റെ അക്കൗണ്ട് എന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് പ്രോസസ്സിൻ്റെ അക്കൗണ്ട് എന്നുള്ളത് വരച്ചിട്ടുള്ള. ഓക്കെ, അപ്പം അതിൽ ഫസ്റ്റ് എന്താണ് റോ മെറ്റീരിയലാണ്. റോ മെറ്റീരിയൽ എത്രയാണ്? റോ മെറ്റീരിയലിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1400 ഉള്ളത്. ഒരു ടണ്ണിന് എത്രയാണ്? 10 രൂപയാണ്. അപ്പം എത്രയാണെങ്കിലും 14,000 എന്നുള്ള റോ മെറ്റീരിയൽ എന്നുള്ള ഫസ്റ്റ് പ്രോസസ്സിനകത്ത് റോ മെറ്റീരിയൽ എന്നുള്ളത് വന്നു. ഓക്കെ, അതിനകത്ത് ഒരു മിനിറ്റ്, അതിനകത്ത് നമ്മൾ യൂണിറ്റ് കോളം വേണം, അതുപോലെ തന്നെ എന്താണ് റുപ്പീസിൻ്റെ കോളവും വേണം. കോളത്തിനകത്ത് 2 കോളമുണ്ട്. പ്രോസസ് അക്കൗണ്ട് വരക്കുമ്പോൾ നമ്മൾ മുമ്പ് വരച്ചതാണ്, ഇവിടെ ഇപ്പോൾ വരക്കുമ്പോൾ മാറിപ്പോവാണ്. അതായത് പ്രോസസ് അക്കൗണ്ടിനകത്ത് എമൗണ്ട് കോളം എന്താണ് യൂണിറ്റ്, അതുപോലെ തന്നെ വാല്യൂവിനകത്തുള്ള കോളം. അപ്പോൾ അതിനകത്ത് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൊത്തം ഉള്ളത് 1400 യൂണിറ്റാണുള്ളത്. ഒരു യൂണിറ്റിന് 10 വെച്ച് എത്രയാണ്? 14,000 രൂപ എന്നുള്ളത്. അങ്ങനെ വേറെ കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞു, ഇതും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി വേജസ് ആൻഡ് അതർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. വേജസ് ആൻഡ് അതർ എക്സ്പെൻസ് എന്നുള്ളത് എത്രയാണ്? 5152 എന്നുള്ളത്. ഓക്കെ, അത്രയാണ് ആ പ്രോസസ്സിൻ്റെ ഒന്നിനകത്ത് വരുന്നത്. വേറൊരു കാര്യം ആ പ്രോസസ്സ് ഫസ്റ്റിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. അപ്പോൾ നമുക്ക് ആ പ്രോസസ്സ് ഒന്നെന്നുള്ളത് നമുക്ക് താഴത്തേക്ക് വരക്കാം. അതായത് പ്രോസസ്സ് ഒന്നിൻ്റെ അക്കൗണ്ട് എന്നുള്ളത് താഴത്തേക്ക് വരക്കാം. അതായത് ഇതിൻ്റെ എമൗണ്ട് എത്രയാണ്? ടോട്ടൽ ഉള്ളത് 1400 അതിൻ്റെ വാല്യൂ വരുന്നത് 19,152 1400 19,152. ഓക്കെ, നമുക്കറിയുന്ന കാര്യമാണ്. ഇനി ഇതിനകത്ത് കുറച്ച് ഇനി വരുന്ന ഇൻഫോർമേഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇവിടെ ആദ്യം വെയ്റ്റിൻ്റെ ലോസ് ഇൻ വെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 4% ലോസ് ഇൻ വെയ്റ്റ് ഉണ്ട്. 4% ലോസ് ഇൻ വെയ്റ്റ് എന്ന് പറയുമ്പോൾ ഏതിൻ്റെ 4%? 1400ൻ്റെ 4% എന്താണ്? ലോസ് ഇൻ വെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോസ് ഇൻ വെയ്റ്റിൻ്റെ എമൗണ്ട് നമ്മൾ ആദ്യം ഇവിടെ എഴുതുന്നു. ലോസ് ഇൻ വെയ്റ്റിൻ്റെ എന്താണ്? വെയ്റ്റ് ലോസ് വന്നിട്ടുള്ളത് എത്രയാണ്? 56. 1400ൻ്റെ എത്രയാണ്? 4% ലോസ് ഇൻ വെയ്റ്റ് എന്നുള്ളത് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞു. ഇനി അടുത്തയാണ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് സ്ക്രാപ്പ് ഉള്ളത്? 6% എന്താണ് സ്ക്രാപ്പിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് 1400ൻ്റെ എത്രയാണ്? 6% എന്താണ്? സ്ക്രാപ്പിൻ്റെ വാല്യൂ ആണ്. 1400ൻ്റെ 6% സ്ക്രാപ്പാണ്. സ്ക്രാപ്പ് അല്ലെങ്കിൽ ആക്രി. അപ്പം ആ ഒരു കാര്യം നമ്മളിവിടെ എഴുതണം. സ്ക്രാപ്പ് എത്രയാണ്? 60 സ്ക്രാപ്പ് എന്നുള്ളത്. ഓക്കെ, അത് നമ്മളെ ഇനി 60 എന്നുള്ളത് 60 അല്ല 84 സ്ക്രാപ്പിൻ്റെ വാല്യൂ വരുന്നത്. 84. ഇനി ആ സ്ക്രാപ്പിൻ്റെ പ്രോസസ് 1ന് റിയലൈസ് ചെയ്യുന്ന എത്രയാണ്? സ്ക്രാപ്പ് റിയലൈസ് ചെയ്യുന്ന പ്രോസസ് 1ന് ₹3 per ton ആണ്. ₹3 per ton പ്രോസസ് 1ൽ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ 84 × 3 252 ഇതിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. സ്ക്രാപ്പിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത് എത്രയാണ്? 252 സ്ക്രാപ്പിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത കാര്യമാണ് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഭാഗമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ അതിന് എന്താണ് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറയുമ്പോൾ എത്രയാണ്? പ്രോസസ്സ് സെക്കൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഉള്ളത്. പ്രോസസ് സെക്കൻഡിനകത്തേക്ക് ഉള്ള എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്രയാണ്? 66.66% മാത്രമാണ് പ്രോസസ് 1ൽ നിന്ന് പ്രോസസ് സെക്കൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 33.33% എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ടു വെയർ ഹൗസ് ആണ്. ട്രാൻസ്ഫർ ടു വെയർ ഹൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ നമുക്ക് ഈ കോസ്റ്റ് പെർ ടൺ എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഇതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് കോസ്റ്റ് പെർ ടൺ എന്നുള്ളത്
കോസ്റ്റ് പെർ ടൺ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ 1400 ഇവിടെയുള്ള എന്താണ് ക്വാണ്ടിറ്റി ഉള്ളത് 1400 ഉള്ളത്. അപ്പോൾ അതിൽ 56ഉം 84ഉം എന്നാണ് വെയ്റ്റും സ്ക്രാപ്പും കഴിച്ചിട്ടുള്ള തുക ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. കഴിച്ചിട്ടുള്ള തുക എന്ന് പറയും 1400 നിന്ന്, അതായത് 56 അതുപോലെ തന്നെ 84 ഇത് കഴിച്ചിട്ടുള്ള എമൗണ്ട്, അതായത് 1260. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ഈ രണ്ട് ട്രാൻസ്ഫറിൻ്റെ വെയർ ഹൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും പ്രോസസ് സെക്കൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും കൂടിയിട്ട് എത്ര എമൗണ്ട് ഉണ്ടാവും? 1260 ഉണ്ടാവും. ഈ 1260ൻ്റെ 66.66% ആയിരിക്കും നമ്മൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? വെയർ ഹൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പ്രോസസ് സെക്കൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 840 ആയിരിക്കും പ്രോസസ് സെക്കൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ 420 ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രോസസ് വെയർ ഹൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 420. പ്രോസസ് സെക്കൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 840 ഓക്കെ, ആ ഒരു എമൗണ്ട് കിട്ടിയതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. കാരണം ഇതിനകത്തുള്ള ഈ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ 1400 ഈ രണ്ട് എമൗണ്ട് കുറച്ചിട്ട് കിട്ടുന്ന ടോട്ടലാണ് 1260 എന്നുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു നെക്സ്റ്റ് പ്രോസസ്സിലേക്കും അതുപോലെ തന്നെ വെയർ ഹൗസിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇവിടെ ഈ എമൗണ്ട് നിന്ന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനിയാണ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ടോട്ടൽ എമൗണ്ട് 1200, ടോട്ടൽ ക്വാണ്ടിറ്റിയിൽ 1260. ഇവിടെയുള്ള ഇത് രണ്ടും കൂടിയിട്ടുള്ള ടോട്ടൽ എത്രയായിരിക്കും വരുന്നത്? രണ്ടും കൂടിയിട്ടുള്ള ടോട്ടൽ എന്ന് പറയുമ്പോൾ അതായത് ഇതിൽ നിന്ന് 19,152 നിന്ന് 252 കുറച്ചിട്ടുള്ള എമൗണ്ട്, അതായത് 18,900 ഡിവൈഡഡ് ബൈ 18,900 എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ടോട്ടൽ എമൗണ്ട് ആണെന്ത്? 18,900 എന്നുള്ളത്. അത് ഡിവൈഡഡ് ബൈ 1260 എന്താണ്? ഇവിടെയുള്ള ടോട്ടൽ എമൗണ്ട്, അതായത് ഇത് ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള ടോട്ടൽ എമൗണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ വാല്യൂ എന്നുള്ളത് കിട്ടും. കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 15 ഇവിടെയുള്ള കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത്. കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമ്മൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 420 × 15, അതുപോലെ തന്നെ 840 × 15, 840 × 15, അതുപോലെ തന്നെ 840 × 15 12,600 എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പ്രോസസ് സെക്കൻഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. അതുപോലെ തന്നെ ബാക്കിയുള്ള എമൗണ്ട് 6,300 എന്നുള്ളത് വെയർ ഹൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, ഈ ട്രാൻസ്ഫർ ചെയ്ത കാര്യങ്ങൾ ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. കാരണം ഇതേപോലെ തന്നെയാണ് ഇനി വരുന്ന പ്രോസസ്സിനകത്ത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഇവിടെ എന്താണ് ഇവിടെ കിട്ടിയിട്ടുള്ള ഈ എമൗണ്ട് എന്നുള്ളത് ഒന്നുകൂടി നിങ്ങളൊന്ന് വീഡിയോ കൃത്യമായിട്ടൊന്ന് കാണും. കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഇവിടെയുള്ള ഈ ടോട്ടൽ ഡിവൈഡ് ബൈ ഇവിടെയുള്ള ടോട്ടൽ, നമ്മൾ ഇവിടെ ടോട്ടൽ ഡിവൈഡ് ബൈ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് ലേഖനമായിട്ടൊക്കെ നമ്മൾ മാറ്റി എഴുതുന്നു. അപ്പം എന്ത് കിട്ടി? രണ്ടിൻ്റെയും ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടും അതുപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി എന്നുള്ളത് കിട്ടി. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോസസ് അക്കൗണ്ട് വരക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് മായ്ക്കുന്നത്. അതായത് പ്രോസസ് സെക്കൻഡ് അക്കൗണ്ടാണ് നമ്മളെടുത്ത് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രോസസ് സെക്കൻഡ് അക്കൗണ്ട് എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സെക്കൻഡ് അക്കൗണ്ടിനകത്ത് ഇതേപോലെ തന്നെയാണ്. ഇനി നമ്മൾക്ക് ഈ ഫസ്റ്റത്തെ ക്ലിയർ ആയാൽ നമുക്ക് ബാക്കിയിൽ നമുക്ക്
എളുപ്പത്തിൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ആദ്യം റോ മെറ്റീരിയലിൻ്റെ എമൗണ്ട് ഉണ്ട്. റോ മെറ്റീരിയൽ എമൗണ്ട് എത്രയാണ്? 160 ആണുള്ളത്. 160 ക്വാണ്ടിറ്റിയാണ്. 16 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റിന് 16 ആണ്. ഓക്കെ, അത് എഴുതുന്നതിന് മുമ്പ് നമ്മൾ ഈ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള എമൗണ്ട് ആദ്യം എഴുതണേ. അത് വിട്ടുപോയാണ്. ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള എമൗണ്ട്, അതായത് പ്രോസസ്സ് 1-ൽ നിന്ന് നമ്മൾ 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ട്രാൻസ്ഫർ ചെയ്യുന്ന എത്രയാണ്? 840 ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മൾ പ്രോസസ്സ് 1 എന്ന് പറഞ്ഞിട്ട് ആദ്യം എഴുതണം. പ്രോസസ്സ് 1 അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്രയാണ്? 840 ട്രാൻസ്ഫർ ചെയ്യുന്നു 12,600 വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റോ മെറ്റീരിയലിൻ്റെ എമൗണ്ട് എഴുതുന്നത്. റോ മെറ്റീരിയലിൻ്റെ എമൗണ്ട് എത്രയാണുള്ളത്? 160 ആണ് മൊത്തം ഉള്ളത്. 160 യൂണിറ്റാണ്. ഒരു യൂണിറ്റിന് എത്രയാണ്? 16 ആണ് ഒരു യൂണിറ്റിനുള്ള വാല്യൂ. അതായത് 2,560 എന്നുള്ളത്. ദെൻ വേജസിൻ്റെ എമൗണ്ട് അടുത്ത് എഴുതുന്നു. വേജസിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 3,140 ആണെന്ത് വേജസിൻ്റെ എമൗണ്ട് എന്നുള്ളത്. അപ്പം ആ ഒരു പോർഷനകത്ത് അത്രയും ഇൻഫോർമേഷൻസാണ് നമുക്ക് ഡെബിറ്റ് ഭാഗത്തിനകത്തുള്ളത്. ഇനി ക്രെഡിറ്റ് ഭാഗത്തുള്ള ഇൻഫോർമേഷൻ നമുക്ക് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ കോളം നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ഡേറ്റ് അവിടെ വെക്കുക. അതായത് 1000 ഇവിടെ യൂണിറ്റിന് വരും. 18,600 18,300 എന്നുള്ളത് നമുക്ക് വാല്യൂ ആയിട്ട് വരും. 18,300 ആണ് വാല്യൂ എന്നുള്ളത് 1000 യൂണിറ്റ്. ഓക്കെ, ഇനി ഫസ്റ്റ് പ്രോസസ് നമ്മൾ എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെയാണ്. വേറൊന്നും ഇതിനകത്തില്ല. ഫസ്റ്റ് പ്രോസസ്സിനകത്ത് നമ്മൾ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ലോസ് ഇൻ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. ലോസ് എത്രയാണ്? 4% ആണ് ലോസ് ഇൻ വെയിറ്റ് എന്ന്. അതായത് 40 ഇവിടെ വെയിറ്റ് ക്വാണ്ടിറ്റി വന്നിട്ടുള്ളത്. അടുത്തത് സ്ക്രാപ്പിൻ്റെ വാല്യൂ എന്നുള്ളത്. സ്ക്രാപ്പിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 6% ആണ് സ്ക്രാപ്പിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 60 ആണ് സ്ക്രാപ്പിൻ്റെ വാല്യൂ എന്നുള്ളത്. അതിൽ സെക്കൻഡ് പ്രോസസ്സിനകത്ത് 5 per ton ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 60 × 5 അതായത് 300 ആണ് എന്ന് പറഞ്ഞാൽ സ്ക്രാപ്പിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫറിൻ്റെ എമൗണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്. ഈ ട്രാൻസ്ഫറിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കേണ്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സെയിം പ്രൊസീജിയറാണ്. 1000-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 100 ഇവിടെ ഡിഡക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എത്ര? ഈ ഭാഗത്ത് എത്രയുണ്ട്? 900 ആണ് ഈ ഭാഗത്തുള്ളത് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ 18,300-ൽ നിന്ന് 300 എന്നുള്ളത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എത്രയാണ്? 18,000 എന്നുള്ളത്. ഇത് നമ്മൾ ഈ ഭാഗത്തുള്ള എമൗണ്ട്, ഈ ഭാഗത്തുള്ള വാല്യൂ അല്ലേ, ഈ ഭാഗത്തുള്ള എന്താണ്? എത്രയാണ് ക്വാണ്ടിറ്റി എന്നുള്ള യൂണിറ്റല്ല അതിനകത്ത് വരുന്നത്. എത്ര ടണ്ണാണ് എന്നുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്നുള്ളത് നമുക്ക് കിട്ടും. കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 20 ആണ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത്. ക്ലിയർ? കോസ്റ്റ് പെർ യൂണിറ്റ് 20 ആണ്. 1000 ആണ് ഇവിടെ എമൗണ്ട് ഉള്ളത്. അതിൽ ലോസും സ്ക്രാപ്പും കഴിച്ച് എത്രയാണുള്ളത്? 900 ആണ് ലോസും സ്ക്രാപ്പും കഴിച്ചിട്ടുള്ളത്. ആ 900-ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 60% ആണ്. 900-ൻ്റെ 60% ആണ് എന്ത് വരുന്നത്? 60% ആണ് നമ്മൾ പ്രോസസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പ്രോസസ് അക്കൗണ്ടിലേക്ക് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് പ്രോസസ് 3rd-നകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 900-ൻ്റെ 60%. 900 60% എന്ന് പറയുമ്പോൾ 540 രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുപോലെ തന്നെ വെയർ ഹൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ 900-ൻ്റെ 40% ആണ് വെയർ ഹൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് അല്ലെങ്കിൽ നമുക്ക് ഈ ഇതിൽ നിന്ന് ഈ എമൗണ്ടെല്ലാം കുറച്ചിട്ട് എഴുതിയാലും മതി. 360 ആണ് വരുന്നത്. കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 20 ആണ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത്. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇട്ടാൽ മതി. അതായത് ഇവിടെ എത്രയാണ്? 7,200 എന്നുള്ളത്. ഇവിടെ 10,800 എന്നുള്ളത്. 10,800 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് പ്രോസസ്സിനകത്തുള്ള അക്കൗണ്ട് എന്നുള്ളത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനിയുള്ളത് ലാസ്റ്റ് പ്രോസസ്സാണ്. 3rd പ്രോസസ്സ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങളത് ജസ്റ്റ് നോക്കാം. ഇതെല്ലാം നമ്മുടെ ക്വസ്റ്റിനകത്തുള്ളതാണ്. ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് ട്രാൻസ്ഫർ, പിന്നെ ഇതെല്ലാം ക്വസ്റ്റിനകത്തുള്ളതാണ്. ഈ ലോസ് ഇൻ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അത്രയാണ്? 4% ആണ് ലോസ് ഇൻ വെയിറ്റ് എന്ന് പറഞ്ഞാൽ. സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്നുള്ളത് എന്താണ്? സെയിൽ ഓഫ് സ്ക്രാപ്പാണ്. സ്ക്രാപ്പ് മാത്രമേ എഴുതിയിട്ടുള്ളത്. സെയിൽസിന് ആഡ് ചെയ്തിട്ടുണ്ട്. സെയിൽ ഓഫ് സ്ക്രാപ്പാണ്. സെയിൽ ഓഫ് സ്ക്രാപ്പിൻ്റെ 108 ആണ്. അതായത് 6% ആണ് സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്നുള്ളത്. അതിൻ്റെ ഒരു യൂണിറ്റിന് എത്രയാണ്? 6 ആണ് ഒരു യൂണിറ്റ് എന്നുള്ളത്. അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പം എന്ത് ചെയ്യും? ഇവിടുന്ന് ഈ 2 എമൗണ്ടും ഡിഡക്റ്റ് ചെയ്താൽ നമുക്ക് ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ കിട്ടും. 1620 എന്നുള്ളത്. അതുപോലെ തന്നെ ഈ എമൗണ്ടിൽ നിന്ന് ഈ എമൗണ്ട് കുറച്ചാൽ എത്രയാണ്? 21,870 എന്നുള്ളത് എന്ത് ചെയ്യും?
അതിൻ്റെ വാല്യൂ ആയിട്ടും കിട്ടും. അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും, കോസ്റ്റ് പെർ യൂണിറ്റ്, അതായത് 13.50 എന്നുള്ളത് കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് കിട്ടും.